അതുപോലെ അന്വേഷണം നടത്തി നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിൻ്റെ മെക്കിട്ട് കുതിര കയറാനും അത് പ്രതിപക്ഷ നേതാവിൻ്റെ മെക്കിട്ട് കുതിര കയറാനും അതിനൊന്നും ഇതിനെ ഉപയോഗിക്കേണ്ട. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് പറവൂരിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഷൈൻ ടീച്ചർ പറഞ്ഞ ഈ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏത് രീതിയിലാണ് പറവൂരിലെ ജനങ്ങൾ കാണുന്നതെന്ന് ഷൈൻ ടീച്ചറോട് ചോദിക്കും. ജനങ്ങൾ ഏതാളുകളാണ്, പാർട്ടിയുടെ ഏത് പദവികളിലിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ എഴുതിയിടുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച ഗോപാലകൃഷ്ണനും അവരൊക്കെ പാർട്ടിയുടെ ഏത് പദവികളാണ് ഇരിക്കുന്നത്? ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പറവൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏത് പദവികളിലാണ് അവരൊക്കെ ഇരിക്കുന്നത്? ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എഴുതിയിടുന്നത്? അങ്ങനെയാണെങ്കിൽ എത്ര CPM നേതാക്കന്മാർ വിവിധ വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് എഴുതിയിട്ടിരിക്കുന്നത്. അവർക്കെല്ലാം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുമോ? സൈബർ ഇടങ്ങളിൽ തോന്നുന്നത് പോലെ എഴുതിയിടുന്ന ആളുകൾ മുഴുവൻ അവരെല്ലാം കോൺഗ്രസ് നിയോഗിച്ച ആളുകളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണെന്ന് ഇവരൊക്കെ എങ്ങനെ പറയാൻ കഴിയുക? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ വിഷയം എത്ര ദിവസക്കാലമായി നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ട് എത്ര ദിവസമായി? 1, 2, 3 ദിവസമല്ലല്ലോ, 14 ദിവസക്കാലമായി. എനിക്ക് അറിവ് കിട്ടിയിട്ട് 14 ദിവസക്കാലമായി. ഞങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ചിട്ട്, ഞാൻ അത്ര അഗ്രസീവായി പറയുന്ന ഒരാളല്ലേ CPMനെതിരായി. അങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ അത് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ തെളിവില്ലാത്തൊരു കാര്യം നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? അതും ഒരു സ്ത്രീക്കെതിരായ ഒരു കുടുംബം, അവർക്കും കുടുംബമല്ലേ, അവർ പൊതുപ്രവർത്തകയല്ലേ. നമുക്ക് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ സംസ്കാരമല്ല. കോൺഗ്രസ് അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളതും കോൺഗ്രസ് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നതും. അങ്ങനെ ആ ഒരു സംസ്കാരത്തിലല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയുക? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ എത്ര CPMൻ്റെ സൈബർ ഹാൻഡിലുകൾ അവരുടെ ഫേക്ക് ID-യിൽ നിന്ന് അവരുടെ ഒറിജിനൽ ID-യിൽ നിന്ന് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടിരിക്കുന്നത്, എത്ര മോശമായ കാര്യങ്ങൾ. അപ്പോൾ അതിനൊന്നും CPMന് നിയന്ത്രിക്കാൻ അവരെ കഴിയുന്നില്ലേ? CPMന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ CPMൻ്റെ നേതാക്കന്മാർക്കെതിരായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തന്നെ ഗൂഢാലോചന നടത്തി അവരുടെ ആളുകൾ എഴുതുമ്പോൾ അവരുടെ ഈ എഴുതപ്പെടുന്ന ആളുകൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അതും CPM മനസ്സിലാക്കട്ടെ. എല്ലാവർക്കും കുടുംബമല്ലേ? കോൺഗ്രസ്സുകാർക്ക് മാത്രം കുടുംബമില്ലാത്തത്, CPMമാർക്ക് മാത്രം കുടുംബമുള്ളത്? എല്ലാവർക്കും കുടുംബമല്ലേ? തീർച്ചയായിട്ടും ഇത് CPMൻ്റെ അവരുടെ അധികാര രാഷ്ട്രീയത്തിൻ്റെയും അവരുടെ ഭരണ രാഷ്ട്രീയത്തിൻ്റെയും അവരുടെ ചെയ്തികളാണ്. അത് ഇതിനു മുമ്പും CPMൽ ഉണ്ടായിട്ട് ഇതിനു മുമ്പും CPMൻ്റെ ഈ ഒളിക്യാമറ വിവാദം ഉണ്ടായ കാര്യത്തിൽ CPM നടപടിയെടുത്ത ആളുകളൊക്കെ ഇന്ന് CPMൻ്റെ നേതാക്കന്മാരല്ലേ? അവരൊക്കെ തന്നെയാണ് CPMൻ്റെ ഇന്നത്തെ ജില്ലയിലെ നേതാക്കന്മാർ. ആ നേതാക്കന്മാർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അത് നേരത്തെ എന്താണോ ചെയ്തത് അത് വീണ്ടും ജില്ലയിൽ ആവർത്തിക്കുകയാണ്. MV ഗോവിന്ദൻ മാഷിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിനിധികൾ മാത്രം പങ്കെടുത്ത യോഗത്തിൽ അടച്ചിട്ട മുറിയിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളല്ലേ വാർത്ത കൊടുത്തത്, എന്താ പറഞ്ഞത്? അധികാരത്തിന് വേണ്ടി പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നേതാക്കന്മാരാണ് CPMൻ്റെ ജില്ലയിലെ നേതാക്കന്മാർ. ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. അപ്പോൾ അങ്ങനെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആളുകൾ സ്വന്തം സഹപ്രവർത്തകർക്കെതിരായി ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാക്കി അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യിപ്പിച്ച് മറ്റുള്ളവർക്ക് അടിക്കാനുള്ള ഒരു വടിയാക്കിയിട്ട് കൊടുക്കുന്നത് CPM നേതൃത്വമാണ്. ആ നേതൃത്വമാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ അതേ CPM നേതൃത്വമാണ് ജില്ലയിലെ CPMൻ്റെ നേതൃത്വം എന്ന് പറയുന്നത്. ആ നേതൃത്വമാണ് പരിശോധന നടത്തേണ്ടത്. എന്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ല, അത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് CPM നേതൃത്വമാണ് ആത്മപരിശോധന നടത്തേണ്ടത്. കോൺഗ്രസ് അല്ല, കോൺഗ്രസ്സുകാരല്ല. പിന്നെ സൈബർ ഇടങ്ങളിൽ എഴുതുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എവിടെയെങ്കിലും നമുക്ക് എവിടെ നിയന്ത്രിക്കാൻ സാധിക്കുക? ഏത് പാർട്ടിക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവരെല്ലാവരും നിയന്ത്രിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനൊരു അച്ചടക്കം കൊണ്ടുവരുന്നുണ്ട്. ആ അച്ചടക്കം വളരെ കൃത്യമായി ഞാൻ മാധ്യമപ്രവർത്തകരോട് അടക്കം പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പദവികളിൽ ഇരിക്കുന്ന ആളുകളും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവരൊരു അച്ചടക്കം പാലിക്കേണ്ടതാണ്. ആ അച്ചടക്കം പാലിക്കണം എന്ന് നമ്മൾ പൊതുവിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു ഉപകരണമാക്കി സാമൂഹ്യ മാധ്യമത്തെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. CPMൻ്റെ ജില്ലയിലെ നേതൃത്വമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ.
അവർ ആത്മപരിശോധന നടത്തിയല്ല, അവർ നടപടിയെടുക്കാൻ വേണ്ടത്. അന്വേഷണം നടത്തി നടപടിയെടുക്കാം. നേരത്തെ അന്വേഷണം നടത്തി നടപടിയെടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ അന്വേഷണം നടത്തി നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിൻ്റെ മെക്കിട്ട് കുതിര കയറാനും അത് പ്രതിപക്ഷ നേതാവിൻ്റെ മെക്കിട്ട് കുതിര കയറാനും അതിനൊന്നും ഇതിനെ ഉപയോഗിക്കേണ്ട. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് പറവൂരിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഷൈൻ ടീച്ചർ പറഞ്ഞ ഈ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഏത് രീതിയിലാണ് പറവൂരിലെ ജനങ്ങൾ കാണുന്നതെന്ന് ഷൈൻ ടീച്ചറോട് ചോദിക്കും ജനങ്ങൾ.